മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അസ്വസ്ഥനെന്ന് റിപ്പോർട്ട്. CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ അപ്രതീക്ഷിത നീക്കമാണ് പിണറായിയെ അസ്വസ്ഥനാക്കുന്നത്. സംസ്ഥാനത്ത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള അവസാനഘട്ട തന്ത്രങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് MA ബേബി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിണറായി മത്സരിക്കാനും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ധാരണയായി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന പതിവ് പാർട്ടിക്കില്ലെന്നും പിണറായി നയിക്കുമെന്ന് അറിയിച്ച ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. ഇതിൽ 2021 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി CPM ഉയർത്തി കാണിച്ച പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതാണ്. 2026 എന്ത് മാറ്റമെന്ന് ചിന്തിക്കുന്നവർക്കുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നേരത്തെ തീരുമാനിക്കപ്പെട്ട ബേബിയുടെ അർത്ഥഗർഭമായ മറുപടി. മൂന്നാം ഭരണം തേടുന്ന LDFനെ പിണറായി തന്നെ നയിക്കണമെന്ന നിർദ്ദേശമാണ് CPM സംസ്ഥാന ഘടകം ഇന്നലെ പോളിറ്റ് ബ്യൂറോയ്ക്ക് മുമ്പാകെ വെച്ചത്. പിണറായി മത്സരിക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാന ഘടകം അറിയിച്ചു. ഇത് രണ്ടിനും പോളിറ്റ് ബ്യൂറോ യോഗം അംഗീകാരം നൽകി. എന്നാൽ പിണറായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന പ്രഖ്യാപനം ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയില്ല. ഭൂരിപക്ഷം കിട്ടിയ ശേഷം ഇക്കാര്യം LDF തീരുമാനിക്കുമെന്നാണ് വിശദീകരണം. ഇതിലാണ് പിണറായിക്ക് അസ്വസ്ഥത. തൻ്റെ കാര്യം തീരുമാനിക്കാൻ ആരാണ് ബേബി എന്നാണ് പിണറായി ചോദിക്കുന്നത്. PBയിൽ നിന്ന് മറ്റാരെങ്കിലും മത്സരിക്കാനുള്ള തീരുമാനമുണ്ടായില്ല. കേരളത്തിലെ നേതൃയോഗങ്ങളിൽ ഉയർന്ന ചർച്ചയ്ക്കനുസരിച്ച് ഇക്കാര്യം നിശ്ചയിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. KK ശൈലജ അടക്കമുള്ള കാര്യത്തിലും തീരുമാനം PB സംസ്ഥാന ഘടകത്തിന് തന്നെ മാറുകയാണ്. സംസ്ഥാനത്തെ ചർച്ച പൂർത്തിയാക്കി 7-ാം തീയതിയോടെ പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കും. തുടർച്ചയായി ഒരേ ആളുകൾ തന്നെ മത്സരിക്കുന്നതിനോട് പൊതുവെ പാർട്ടി യോജിപ്പില്ലെന്നും MA ബേബി വ്യക്തമാക്കി. 75 വയസ്സ് പ്രായപരിധി പിന്നിട്ട പിണറായിക്ക് ഇളവ് നൽകിയാണ് PBയിലും കേന്ദ്ര കമ്മിറ്റിയിലും നേരത്തെ നിലനിർത്തിയത്. പിണറായി മത്സരിക്കുന്ന കാര്യത്തിലും ഈ പ്രായപരിധി മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിയിലെ പിണറായിയുടെ മേധാവിത്വം എത്രയെന്ന സന്ദേശം പോളിറ്റ് ബ്യൂറോ നൽകുകയാണ്. പിണറായി ധർമ്മടത്ത് തന്നെ മത്സരിക്കുമെന്നാൽ ധർമ്മടത്തു നിന്നും പിണറായി ജയിക്കുകയും തുടർ ഭരണം ലഭിക്കുകയും ചെയ്താൽ ബേബി വെറും ബേബി അല്ലെന്ന് തെളിയിക്കും. ചുരുക്കത്തിൽ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും പിണറായി യുഗം കഴിഞ്ഞെന്നാണ് ചില CPM നേതാക്കൾ വിശ്വസിക്കുന്നത്. പിണറായി ബേബിയും തമ്മിൽ മാനസികമായി അകന്നിട്ട് കാലങ്ങളായി. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയായുള്ള ബേബിയുടെ നിയമനം മുതൽ ഇവർ അത്ര സുഖത്തിലല്ല. പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച് കൊല്ലത്ത് നിന്ന് പിണറായി ബോധപൂർവം നാടുകടത്തിയ MA ബേബി CPM ജനറൽ സെക്രട്ടറി ആയത് വിധി വൈപരീതമാണ്. എന്നാൽ പിണറായി കരുതുന്നത് പോലെ നിസ്സാരമായിരിക്കുകയില്ല ഇനി കാര്യങ്ങൾ. EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന 2ാമത്തെ മലയാളിയാണ് ബേബി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാവുകയും പിൽക്കാലത്ത് സംഘടനാ പാർലമെന്റ് പ്രവർത്തനങ്ങളിൽ വൈഭവം തെളിയിക്കുകയും ചെയ്ത ബേബി പാർട്ടിയുടെ ഭൗതിക ദാർശനിക മുഖങ്ങളിലൊന്നാണ്. 1954 കുന്നത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ ഇളയവനാണ് ജനനം. പ്രാക്കുളം NSS ഹൈസ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. SFIയുടെ പൂർവ്വരൂപമായ KSFിലൂടെയായിരുന്നു ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനം. 1975 SFIയുടെ കേരള ഘടകം പ്രസിഡന്റായി. 1977 കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും എത്തി. 1978 ലോക യുവജന മേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 1984 സംസ്ഥാന കമ്മിറ്റി അംഗമായി. 1989 കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി 2014 PBയിൽ എത്തുന്നത്. SFIയുടെയും DYFIയുടെയും നിർണായക ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1983 DYFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി. പിന്നീട് 3 കൊല്ലത്തിനപ്പുറം 1987 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദത്തിലുമെത്തി. 2016 മുതൽ CPMന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം. 1986 1922 രാജ്യസഭാ അംഗമായിരുന്നു. 2006 കൊല്ലം കുണ്ടറയിൽ നിന്ന് നിയമസഭയിലെത്തിയ MA ബേബി VS അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2014 കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും RSPയുടെ NK പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടു. ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനെതിരെ ബംഗാൾ ഘടകം എതിർപ്പുന്നയിച്ചിരുന്നു. എന്നാൽ ബേബിയുടെ എതിർപക്ഷം പരിഗണിച്ചിരുന്ന കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ധാവ്ളയുടെ നിലപാട് PB യോഗത്തിൽ വഴിത്തിരിവാവുകയായിരുന്നു.
ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമിനെ ധാവളി നിർദ്ദേശിച്ചു. എന്നാൽ താനില്ലെന്ന് സലീം വ്യക്തമാക്കി. ഇതോടെ തർക്കം വേറൊരു വഴിക്കായി. ഒടുവിൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ബേബിയെ നിർദ്ദേശിക്കാൻ PB തീരുമാനിക്കുകയായിരുന്നു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ MA ബേബിയുടെ സാന്നിധ്യത്തിലാണ് പിണറായിക്കെതിരെ അണികൾ ആഞ്ഞടിച്ചത്. ഇതിന് ബേബിയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട്. തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ പാവപ്പെട്ട തൊഴിലാളിയായ മൈക്ക് ഓപ്പറേറ്ററുടെ മെക്കിട്ട് കയറിയത് ശരിയാണോ എന്ന CPM ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദിച്ചത്. സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ജില്ലാ സെക്രട്ടറി S സുദേവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ആരംഭിച്ച ചർച്ചയിലാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉയർത്തിയത്. സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം MV ഗോവിന്ദൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ ജനകീയ പ്രതിരോധ ജാഥ തൃശൂരിലെത്തിയപ്പോൾ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറാനിടയായ സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗോവിന്ദൻ വേദിയിലിരിക്കെയുള്ള പ്രതിനിധികളുടെ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മൈക്ക് ഓപ്പറേറ്റർമാരോട് വരെ തട്ടിക്കയറുന്നു. സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. EP ജയരാജന്റേത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്നതല്ല. തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ജയരാജന്റെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായി. MLA ആയ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതും V ജോയ് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ആയതും വിമർശനത്തിനിടയാക്കി. MLA ആയ MV ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകാം, MLA ആയ ജോയിക്ക് ജില്ലാ സെക്രട്ടറി ആകാം. എന്നാൽ പഞ്ചായത്ത് അംഗമായ പാർട്ടിക്കാരന് ലോക്കൽ സെക്രട്ടറി ആകാൻ പാടില്ല. ഇതെങ്ങനെ ശരിയാകുമെന്നായിരുന്നു ഒരു പ്രതിനിധിയുടെ ചോദ്യം. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ പ്രസംഗത്തിലെ പരാമർശങ്ങളെ ചൊല്ലിയും വിമർശനമുയർന്നു. ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മത്സരിപ്പിച്ച് അധികാരം പിടിച്ചുവെന്ന പൊളിറ്റ് ബ്യൂറോ അംഗം പറയുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ചോദ്യം. ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലേക്ക് ഉയരാൻ CPMന് കഴിയുന്നില്ല. ദേശീയ തലത്തിൽ CPM പരാജയമാണ്, താഴോട്ടാണ് വളർച്ച. പിണറായി കാരണമാണ് 2014 ബേബി തോറ്റത്. പ്രേമചന്ദ്രനെ CPM സംഖ്യയാക്കിയിരുന്നു. 2014 സീറ്റ് നിഷേധിച്ചതോടെയാണ് NK പ്രേമചന്ദ്രന്റെ RSP ഇടതുമുന്നണി വിട്ടത്. UDFിലെത്തിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് പ്രേമചന്ദ്രന് നൽകി. സീറ്റിന് വേണ്ടി പാർട്ടി മാറിയെന്ന ആരോപണം ഉന്നയിച്ച ഇടതുമുന്നണി അന്ന് പ്രേമചന്ദ്രനെ തറ പറ്റിക്കാൻ നോക്കിയതും CPM MLA കൂടിയായ MA ബേബിയായിരുന്നു. പ്രചാരണത്തിൽ ഇടതു നേതാക്കൾ പ്രേമചന്ദ്രനെ കടന്നാക്രമിച്ചു. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കൊല്ലത്തെ പ്രചാരണ യോഗത്തിൽ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചു. ഈ പ്രയോഗ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കാൻ UDFന് കഴിഞ്ഞു. ഫലം വന്നപ്പോൾ 37,649 വോട്ടിനായിരുന്നു ജയം. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി മലയാളികൾ വരാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുക്കൾ നീക്കിയിരുന്നു. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമി ആരാകുമെന്ന് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കിയത്. വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, MA ബേബി എന്നീ പേരുകൾ ചർച്ചകളുണ്ടായിരുന്നത്. യെച്ചൂരി ഒരു മാസമായി ആശുപത്രിയിലായിരുന്നപ്പോൾ 17 അംഗ PBയിലെ പാർട്ടി സെന്ററാണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സെന്ററിൽ പ്രവർത്തിക്കുന്ന PB അംഗങ്ങൾ ഓരോരുത്തർക്കും ചുമതലകൾ വിഭജിച്ച് നൽകി. ജനറൽ സെക്രട്ടറി ഏകപക്ഷീയമായി തീരുമാനം കൈക്കൊള്ളുന്ന സംഘടനാ സംവിധാനമല്ല CPMന്റേത്. ജനറൽ സെക്രട്ടറി അടക്കം 10 അംഗങ്ങളാണ് PBയിലെ പാർട്ടി സെന്ററിലുള്ളത്. യെച്ചൂരിയുടെ വേർപാടിനെ തുടർന്ന് ഇത് 9 ആയി. മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, MA ബേബി, തപൻ സെൻ, BV രാഘവുലു, സുഭാഷിണി അലി, നിലോൽപൽ ബസു, A വിജയരാഘവൻ, അശോക് ധാവളെ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. കേരള ഘടകത്തിന്റെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായി. PBയിൽ താരതമ്യേന ജൂനിയർ ആണെങ്കിലും പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ പേരും BV രാഘവുലു, തപൻസൻ, മണിക് സർക്കാർ എന്നീ പേരുകളും ചർച്ചയായി. ബേബിയെ വെട്ടാനായിരുന്നു പിണറായിയുടെ നീക്കം. ബേബിക്ക് പകരം വൃന്ദ കാരാട്ട് വന്നാൽ പിണറായി അംഗീകരിക്കുമായിരുന്നു. സീതാറാം യെച്ചൂരി തനിക്ക് നൽകിയ സമ്മർദ്ദങ്ങൾ ബേബിയിലൂടെ ആവർത്തിക്കുന്നത് പിണറായിക്ക് സഹിക്കാനാവില്ല. ബേബിക്കാണെങ്കിൽ തന്നോട് പണ്ടേ പോരെന്ന് പിണറായിക്ക് അറിയാം. പിണറായിക്കെതിരെ നീങ്ങാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ഇനിയും പിണറായിയെ വെറുതെ വിട്ടാൽ കാര്യങ്ങൾ വഷളാകുമെന്ന് നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. തിരിച്ചറിവ് വരും മുമ്പേ ഉണ്ടായതാണെങ്കിലും കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിന്നില്ല. ഇതുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. കേരളത്തിൽ നിന്നും പിണറായിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിനാൽ തന്റെ യാത്രകൾ പ്രതിരോധിക്കാൻ ആരുമില്ലെന്ന് പിണറായി കരുതുന്നു. എന്നാൽ ബേബിയുടെ വരവ് യെച്ചൂരിയുടെ പ്രതാപകാലം പോലെയായിരിക്കുകയില്ല. പിണറായിയുടെ വിശ്വസ്തർ എന്ന നിലയിൽ നിൽക്കുന്നവർ പോലും പിണറായിക്കെതിരെ രഹസ്യ നീക്കങ്ങളിൽ സജീവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന ഇന്റലിജൻസ്
റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ CPM നേതാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് തോൽക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം നിശബ്ദനാവുകയാണ് ചെയ്തത്. എന്നാൽ യെച്ചൂരിയല്ല ബേബി. കൊല്ലത്തിന്റെ കരുത്ത് ബേബിയിൽ ആവോളമുണ്ട്. ബേബിയുടെ മുന്നിൽ ഇനി പിണറായി തോറ്റെന്നിരിക്കും. ഇടതു തുടർ ഭരണത്തോട് CPM നേതാക്കൾക്ക് പോലും താല്പര്യമില്ല എന്നതാണ് സത്യം. എന്നാൽ പിണറായി ഒഴിവാക്കിയുള്ള ഭരണത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. KK ശൈലജയെ പിണറായി വെട്ടിയത് ഈ സാഹചര്യത്തിലാണ്. എന്നാൽ അവസാന നിമിഷം അതും സംഭവിച്ചുകൂടെ നിന്നില്ല.